അതെ, KSEBിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇല്ലേ, ആ പോസ്റ്റുമൊക്കെ കാരണം പരസ്യങ്ങൾ കെട്ടിത്തൂക്കിക്കണു. ഇത് ശരിക്കും നിയമപരമാണോ നിയമപരമല്ലേ? ഒരു ചെറിയ ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ സ്വകാര്യ സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതേപോലെ തന്നെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവും. അവരെ പരസ്യങ്ങൾ അവർ ചെയ്യട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇത് KSEBിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാക്കി മാറ്റിക്കൂടെ? കാരണം ഒരു ഇലക്ട്രിക് പോസ്റ്റിന് 100 രൂപ അല്ലെങ്കിൽ 50 രൂപ 250 രൂപ തങ്ങളുടെ ആ ഒരു KSEBിന്റെ ഒരു ലിമിറ്റഡ് പരിധിയിൽ വെച്ചുകൊണ്ട് അവർക്കൊരു അപ്ലിക്കേഷൻ കൊടുത്ത് അത് പാസ്സാക്കി ആ ഒരു ഇലക്ട്രിഫിക്കേഷന്റെ ആ ഒരു ഭാഗമായിട്ട് അവർക്ക് തിരിച്ചു കിട്ടൂല ഒരു എമൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 10-100 ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു KSEB ലിമിറ്റഡിന്റെ പരിസരത്ത് ഉണ്ടാവും, ഒരു സബ് ഓഫീസിന്റെ പരിസരത്ത്. അത്ര സ്ഥലങ്ങളിലൊക്കെ മുഴുവൻ ഇത്തരത്തിലെ പരസ്യങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു വരുമാനം ആവൂലേ? ശരിക്ക് പണ്ടൊക്കെ നമ്മളത് കെട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ലൈൻമാൻമാർ കയറിയിട്ട് അതൊക്കെ പൊട്ടിച്ചിടും, കാരണം അവർക്ക് പോസ്റ്റിലേക്ക് കയറാൻ പറ്റുന്നില്ല, അത് അപകടം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കണ്ടമാനുണ്ട്, സംഭവം അടിപൊളിയായിട്ട് കെട്ടിക്കൊണ്ടിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും KSEB ഇത് അറിയുന്നില്ലെന്നാവോ. പക്ഷെ അങ്ങനെ അറിഞ്ഞാൽ തന്നെ ഇതൊരു പദ്ധതിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗമാക്കിക്കൂടെ? ഇനി ഇത് കേട്ടിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ എന്തിനാ അത് പറയാൻ പോകുന്നത്, അതെന്താ ഞങ്ങൾക്ക് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഒരു സീസണിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ചീത്ത പറയാൻ വരണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം KSEB അങ്ങനെ ഒരു പദ്ധതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൂടി ഗുണം തന്നെയല്ലേ, എല്ലാവർക്കും ഗുണമല്ല അത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പല സ്ഥലത്തും അത് ഈ മാർഗ തടസ്സം നടപ്പാതയിലൊക്കെ വരെ കെട്ടിവെക്കുന്നുണ്ട്. അതൊന്നും മാറ്റിയാൽ തിരക്കടില്ല. നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കുന്നവരൊന്ന് പറഞ്ഞാൽ മതി, ഈ ആളുകൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഒഴിവാക്കുക, അതേപോലെ തന്നെ ട്രാഫിക്കിന്റെ സെന്ററുകളിലൊക്കെ ഒന്ന് കെട്ടുന്ന ഒഴിവാക്കുക. പിന്നെ നല്ല വളവുകളൊക്കെ വരുന്ന സ്ഥലത്ത് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം മേഖലയിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി കെട്ടണം എന്നുള്ളതൊന്നും കൂടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. അതല്ലെങ്കിൽ പെരിന്തൽമണ്ണ ബൈപ്പാസിലൊക്കെ ഒരു സ്വകാര്യ സ്ഥാപനങ്ങൾ ചെയ്ത പദ്ധതി നിങ്ങൾക്കും ഫോളോ ചെയ്യാം. എന്താ അറിയോ, ഒരു മരം നടുക, അത് പൊതുമരാമത്ത് വകുപ്പിനോടും അതേപോലെ തന്നെ KSEB എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മരം നട്ടുകൊണ്ട് ആ മരത്തിന്റെ ചുറ്റും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പരസ്യം വെക്കുക. എന്നിട്ട് ആ മരം വളർന്നു വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് തണലാവൂലേ? അത്തരം തണൽ മരങ്ങൾ എത്രയോ വെച്ചിട്ടില്ലേ? അപ്പൊ അത്തരം പദ്ധതി ചെയ്തുകൊണ്ടും ഈ നാട്ടിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിയാൽ നല്ല അടിപൊളിയായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. എന്നെ ചീത്ത പറയാൻ നിൽക്കണ്ട. ഇല്ല, എൻ്റെ സംശയമാണ്. ഇനി ഈ സംശയമൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നിനക്ക് എന്താന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ചൂടാവാൻ നിൽക്കണ്ട. എല്ലാവർക്കും നല്ല നമസ്കാരം. മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. ബൈ.